നമസ്കാരം, ഞാൻ ചന്ദ്രു. ഞാനിപ്പോൾ തിരുവണ്ണാമലൈ അണ്ണാമലൈ ക്ഷേത്രത്തിലാണ്. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ അഗ്നിയുടെ ക്ഷേത്രമാണ് ഇത്. തിരുവണ്ണാമലൈ എന്ന് വെറുതെ ചിന്തിച്ചാൽ മോക്ഷം തരുന്ന ക്ഷേത്രമാണിത്. ഇവിടെ ശിവനൻ്റെ പേരു അണ്ണാമലയാർ എന്നും പാർവതി ദേവിയുടെ പേര് ഉണ്ണാമലയാളാണ്. ഇവിടെ മല തന്നെ ശിവനായി കാണുന്നു. സോ മലയെ ചുറ്റും ഗിരിവലം വരുന്നു. മലയിൽ കത്തിക്കുന്ന കാർത്തികை മഹാദീപം ഏറെ പ്രത്യേകതയുള്ളതാണ്. ഇവിടെ വിശേഷ ദിവസങ്ങളായി പൗർണമി ഗിരിവലം, കാർത്തിക ദീപം, ശിവരാത്രിയുമാണ്. ഇതാണ് ഭൂതനാരായണ പെരുമാൾ ക്ഷേത്രം, തിരുവണ്ണാമലയുടെ കാവൽ ദേവൻ. ഇതാണ് ഇരട്ടെ പിള്ളയാർ ക്ഷേത്രം. അകത്തെ 2 ഗണപതികളുണ്ട്. വലം സൂഴി വിനായകർ ആൻഡ് ഇടം സൂഴി വിനായകർ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം. കാണാൻ വളരെ മനോഹരമാണ്. ഈ പൂർണ്ണചന്ദ്രൻ കാണാൻ വളരെ മനോഹരമാണ്. സിദ്ധന്മാരുടെ പുണ്യഭൂമിയായി ഈ തിരുവണ്ണാമലൈ അറിയപ്പെടുന്നു. പൗർണമി ദിവസങ്ങളിൽ ഇവിടെ ഗിരിവലം സന്ദർശിക്കുന്നത് വളരെ പ്രത്യേകതയാണ്. ഈ ഗിരിവലപാത 14 കിലോമീറ്ററാണ്. ഇതാണ് മുതൽ ലിംഗക്ഷേത്രം, ഇന്ദ്രലിംഗക്ഷേത്രം. ഇതുപോൽ 8 ലിംഗക്ഷേത്രങ്ങളുണ്ട് മലയെ ചുറ്റും. ഇതാണ് കർപ്പക വിനായകർ ക്ഷേത്രം, ഗണപതിൻ്റെ ക്ഷേത്രം. ഇതാണ് അഗ്നി തീർത്ഥ കുല ലിംഗ ശിവൻ ക്ഷേത്രം. ഓപ്പോസിറ്റിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഇതാണ് ഷിമ്മ തീർത്ഥക്കുളം. ഇവിടെ തിരുവണ്ണാമല ഗിരിവലപാതയിൽ 100 കണക്കിന് ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, സിദ്ധന്മാർ സമാധികൾ എന്നിവ ഗിരിവലപാതയിലുണ്ട്. ഇതാണ് ആദി അണ്ണാമലയാർ ക്ഷേത്രം. ഗിരിവലപാതയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ബൈ ഫ്രം ചന്ദ്രു.